ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതീ നമഃ. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ലളിതം സഹസ്രകത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിലെ 12-ാമത്തെ ശ്ലോകത്തോടുകൂടി നമുക്ക് നാമയാനം തുടങ്ങാം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ശ്രീമദ് ഭഗവത്ഗീതായ സാഖ്യയോഗോ നാമ്നേ ദ്വിതീയോധ്യായേ 12 ശ്ലോകഃ. ന ത്വേവാഹം ജാതുനാസം ന ത്വം നേമേ ജനാധിപാഃ ന ചൈവ ന ഭവിഷ്യാമഃ സർവേ വയമതഃ പരം. ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുകയാണ്, ഞാൻ ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല, നീയും അങ്ങനെ തന്നെയാണ്, ഇല്ലാതിരുന്നിട്ടേയില്ല. ഈ രാജാക്കന്മാരും ഇല്ലാതിരുന്നിട്ടില്ല, ഇനിമേൽ നമ്മളെല്ലാവരും ഉണ്ടാകാതിരിക്കുകയും ഇല്ല. വളരെ തത്വപരമായൊരു കാര്യമാണ് പറയുന്നത്, അല്ലേ? നാമത്തിലേക്ക് പോകാം. നാമം 456. ഹംസിനി. ഹംസത്തിൻ്റെ പുറത്തിരിക്കുന്നവളും ഹംസനായിട്ടുള്ളവളും ഹംസിനിയാണ്. ഹംസൻ എന്ന വാക്ക് പരമാത്മാവിനെയാണ് കുറിക്കുന്നത്. ഏതൊരുവളാണോ പരമാത്മാവിനെ വഹിക്കുന്നത് അവളാണ് ഹംസിനി. അതാണ് ഹംസത്തിൻ്റെ പുറത്തിരിക്കുന്നവൾ എന്ന് പറഞ്ഞത്. ഹംസം എന്നൊറ്റ വാക്കിന് പർവ്വതം, വെള്ളി, കുതിര, അരയന്നം, അതീന്ദ്രിയങ്ങളുള്ള യോഗി, കുശുമ്പ് എന്നൊക്കെയാണ് അർത്ഥങ്ങൾ. അപ്പോൾ ഹംസിനി എന്നാകുമ്പോഴോ അരയന്നത്തെ പോലെ നടക്കുന്നവൾ എന്ന് വരാം. അതീന്ദ്രിയങ്ങളുള്ള യോഗിനിയാകാം, പർവ്വത ആരൂഢയായിട്ടുള്ളവളാകാം, കുതിരയെപ്പോലെ പായുന്നവളുമാകാം. വിവിധ വ്യാഖ്യാനങ്ങളാൽ സമ്പുഷ്ടമായ ഈ നാമത്തിൽ മലമുകളിൽ ഏറിയവൾ എന്നൊരർത്ഥത്തിലൂടെ നമ്മുടെ മനനം തുടങ്ങാം. മല എന്നത് ഇവിടെ അറിവാകാട്ടോ, അല്ലെങ്കിലോ ജീവിതാനുഭവങ്ങളാകാം, ശിക്ഷണങ്ങളാകാം, ശ്രേഷ്ഠതയാകാം. ഇതിൻ്റെ എല്ലാം ഉത്തുംഗത്തിലാണ് ഈ ഭാവം ഇരിക്കുന്നത്. സർവചരാചരങ്ങളെയും ഉൾക്കൊള്ളുന്ന മാലിനി, കഴിഞ്ഞ നാമം മാലിനിയായിരുന്നു. അങ്ങനെയുള്ള മാലിനി ശ്രേഷ്ഠതയുടെ അത്യുന്നതിയിലെത്തിയ ഹംസിനിയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെയാണ് കുതിരയെ പോലെ പായുന്നവളും അരയന്നത്തെ പോലെ നടക്കുന്നവളും ശക്തിയായിട്ട് മാറുന്നത്. അവിടെ ആവശ്യമായിട്ടുള്ള എന്താണ്? ഈശ്വരീയതയാണ്. കാരണം ആവശ്യാനുസരണം മെല്ലെപ്പോക്കും ശീഘ്രഗതിയുമെല്ലാം ഈ പ്രഭാവത്തിൻ്റെ പ്രത്യേകതകളാണ്. കുതിര എന്നത് ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ മറ്റു പ്രതിബന്ധങ്ങളൊന്നും കണ്ണിൽപ്പെടാത്ത ജീവിയുടെ പ്രതീകമാണ്. അപ്പോൾ ലക്ഷ്യത്തിലേക്കായിട്ടുള്ള തൻ്റെ പ്രയാണത്തിൽ ഉത്സുകയായി മുന്നേറുന്ന പ്രഭാവം. പിന്നെ പറഞ്ഞതോ അരയന്നത്തെ പോലെയുള്ള നടനമെന്ന് പറഞ്ഞു, അല്ലേ? അരയന്നത്തെ പോലെ അഴകുള്ള നടനം. അരയന്നം വളരെ സംയമനമുള്ള ശാന്ത പ്രകൃതിയുടെ പ്രതീകമാണ്. കർമ്മപ്രയാണങ്ങളിൽ ശാന്തതയ്ക്കും സംയമനത്തിനുമുള്ള പ്രാധാന്യം സൂചിപ്പിക്കുകയാണ്. മരാളി മന്ദകവന എന്ന നാമം കൂടെ ഓർത്തോളൂ, നാമം 47. അവിടെ അരയന്നത്തിൻ്റെ മറ്റു പ്രത്യേകതകളെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇനി നാം ഉദ്ദേശിക്കുന്ന, അതായത് യഥാർത്ഥമായിട്ടുള്ള വാച്യാർത്ഥത്തിലേക്ക് വരാം. ഹം ശബ്ദത്തിലുള്ള പ്രാണന് സിനമായിട്ടിരിക്കുന്ന ശക്തിയാണ് ഹംസിനി. ഹംസിന. സിനമെന്നാൽ ശരീരം. പ്രാണനെ ശരീരത്തിൽ വഹിക്കുന്നവരെല്ലാം ഹംസിനന്മാരാണ്. ഭക്തമാനസ ഹംസിക, നാമം 372. ഈ നാമങ്ങളൊക്കെ അന്യോന്യം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഓരോരോ നാമങ്ങളെ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത്. ആ നാമത്തിൽ ഹംസത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഹംസസ്വരൂപമായിട്ടിരിക്കുന്ന പ്രാണൻ ഉച്ഛ്വാസ നിശ്വാസ രൂപങ്ങളിൽ സോഹം എന്നുച്ചരിച്ചുകൊണ്ട് പ്രയാണം ചെയ്യുകയാണ് എന്ന്. ശരാശരി മനുഷ്യൻ്റെ ശരീരത്തിലൂടെ 21,600 തവണയാണ് ഈ ശ്വാസം ഇങ്ങനെ കടന്നു പോകുന്നത്. അജബ ഗായത്രി എന്നാണ് അതിനെ പറയുന്നത്. കാരണം നാം അത് അറിഞ്ഞ് ജപിക്കുന്നതല്ല, അല്ലേ? ഇങ്ങനെ ശ്വസിച്ചു പോവുകയാണ്. മുനിമാനസ ഹംസിക എന്ന നാമം എത്തുമ്പോൾ അജബ ഗായത്രിയെ കൂടുതൽ അനാവരണം ചെയ്യാം. ഹംസിനിയുടെ അനുഗ്രഹത്താലാണ് ബ്രഹ്മൻ പോലും സൃഷ്ടിക്ക് പര്യാപ്തനായിട്ടിരിക്കുന്നത്. ഋഗ്വേദീയ സരസ്വതി ഉപനിഷത്തിൽ ഈ ശ്ലോകം നോക്കൂ. ചതുർമുഖമുഖാംഭോജവന ഹംസമവധൂർമ മാനസേ രമ്യതാം നിത്യം സർവശുക്ലാ സരസ്വതി. ശ്ലോകാർത്ഥം ഇങ്ങനെയാണ്:
ചതുർമുഖനായിട്ടുള്ള ബ്രഹ്മാവിൻ്റെ കമലവനത്തിൽ സഞ്ചരിക്കുന്ന സർവത്തിലും കാന്തി പരത്തുന്ന ഹംസിയായ സരസ്വതി സദാ ഞങ്ങളുടെ മാനസത്തിലും രമിക്കണമേ. എന്നാലോ ശ്ലോകത്തിന് ഉദ്ദേശ്യാർത്ഥത മാത്രമല്ല, സൃഷ്ടിയുടെ മുഖമാകുന്ന താമരക്കാടുകളിൽ ശ്വാസനിശ്വാസ രൂപങ്ങളിൽ സഞ്ചരിക്കുന്ന, എല്ലായിടത്തും വെളിച്ചം പകരുന്ന സരസ്വതി ഞങ്ങളുടെ മാനസത്തിൽ നിത്യം രമിക്കുന്നവളായി തീരണമേ എന്നാണ്. ഏതൊന്നിനും ബാഹ്യാർത്ഥവും ആന്തരാർത്ഥവുമുണ്ട്. രണ്ടും കൂടെ ഗ്രഹിക്കുമ്പോൾ മാത്രമേ ആ വാക്ക് അല്ലെങ്കിൽ ആ ശ്ലോകം അർത്ഥപൂർണതയിലേക്ക് എത്തുകയുള്ളൂ. മറ്റൊന്ന്, ആത്മീയതയുടെ അത്യുന്നതിയിലെത്തിയിരിക്കുന്ന യോഗിനിയാണ്. സന്യാസിമാർ 4 വിധമാണ് എന്ന് ആശ്രമോപനിഷത്ത് പറയുന്നുണ്ട്. കുടീചരൻ, ബഹൂതകൻ, ഹംസൻ, പരമഹംസൻ എന്നിങ്ങനെ. ഇതിൽ ആധ്യാത്മിക സാധനയാൽ ലൗകിക ലോകത്ത് അത്യുന്നതിയിലെത്തിയവരാണ് ഹംസന്മാർ. ജഗദ്ഗുരു ആദിശങ്കരാചാര്യരൊക്കെ ഹംസന്മാരിൽപ്പെട്ടയാളാണ്. പരമഹംസനിലേക്ക് എത്തുമ്പോഴോ പൂർണ്ണമായിട്ടും ലൗകികത മറന്നുപോകുന്നു. അവർ തലമുണ്ടനം ചെയ്ത് കൗപീനധാരിയായിട്ടോ അല്ലാതെയോ പൂർണ്ണമായും ആധ്യാത്മിക ലോകത്താണ് ജീവിക്കുന്നത്. അവർക്ക് ധർമാധർമ്മ വിവേചനങ്ങളോ സത്യാസത്യ ബോധങ്ങളോ ഒന്നും തന്നെയില്ല. തീർത്തും ഉൾവെളിഞ്ഞ് അവരെ ജീർണഗൃഹങ്ങളിലോ ക്ഷേത്രങ്ങളിലോ മാത്രമേ കാണാറുള്ളൂ എന്നും പറയപ്പെടുന്നുണ്ട്. ശ്രീരാമകൃഷ്ണ പരമഹംസൻ എന്ന നാമമോർക്കാം. ആത്മീയോന്നതിയുടെ ഉത്തുംഗത്തിലെത്തിയത് മൂലമാണ് ശിഷ്യന്മാർ അദ്ദേഹത്തിന് ആ പട്ടം ചാർത്തിക്കൊടുത്തത്. അത്യന്തം വിശിഷ്ടന്മാരായ യോഗികൾക്ക് മാത്രമേ ഹംസപദം ലഭിക്കുകയുള്ളൂ എന്ന് സാരം. ലൗകികതയിലൂടെയുള്ള ആധ്യാത്മികതയാണ് നമ്മുടെ നാമം. അതുകൊണ്ടാണ് ഹംസിനി എന്ന നാമം ഇവിടെയും വിശേഷമായിട്ട് വന്നത്. ഇനി നമുക്കിതിൻ്റെ ഭക്തി മാത്രം നോക്കാം. ദേവി എന്ന രൂപസൗന്ദര്യം അരേന്നത്തെപ്പോലെ മന്ദമായിട്ട് നടക്കുന്നതിലും കൂടെയാണ് എന്ന് പറയാം. സൗന്ദര്യലഹരിയിൽ ദേവിയുടെ നടത്ത കണ്ട് സൂയപ്പെടുന്ന അരേന്യങ്ങളെ വർണ്ണിക്കുന്ന ശ്ലോകമുണ്ട്, കേൾക്കണ്ടേ? പദന്യാസ ക്രീഡാ പരിചയ വിവാരബ്ധു മനസഃ സ്കലന്തസ്തേ ഖേലം ഭവന കളഹംസാന ജഹതി അധസ്തേഷാം ശിക്ഷാം സുഭഗമണി മഞ്ജീരരണിത ഛലാദാ ചക്ഷാണം ചരണചരിതം ചാരുകമലേ. അല്ലയോ മാതാവേ, അങ്ങയുടെ പത്തനത്തിലുള്ള സുന്ദരികളായ അരേനങ്ങൾ ആ നടത്ത കണ്ട് അതുപോലെ നടക്കുവാൻ പരിശീലിക്കുകയാണല്ലോ. ഒരു വേള അങ്ങയുടെ കാൽത്തളകൾ കിലുങ്ങുന്ന സ്വനം പോലും അവരുടെ നൃത്ത പരിശീലനത്തിനുള്ള ശിക്ഷണങ്ങളായിരിക്കാം. അവയുടെ ഒരു നട അബദ്ധമാകുകയാണെങ്കിൽ അവ പെട്ടെന്ന് തന്നെ അത് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. വളരെ ഭംഗിയായിട്ടാണ് അത് വിവരിച്ചിരിക്കുന്നത്. നാം അവിടെ അവസാനിപ്പിക്കാം. നാമത്തിലെ ചിന്ത ആത്മീയോന്നതി മാത്രമായിരിക്കട്ടെ. അങ്ങനെയുള്ള ആത്മീയോന്നതിയിലേക്ക് നടന്നു കയറിക്കൊണ്ടായിരിക്കണം നാമഹംസം കേട്ട് തീരേണ്ടത്. നമസ്കാര ശബ്ദം. ഓം ഹംസിനീ നമഃ. നന്ദി, നമസ്കാരം. സർവം ജഗദംബാർപ്പണമസ്തു. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വരി. ഓം